എന്റെ പൊന്നുമക്കളെ, ട്രംപിനെ സംബന്ധിച്ചോളം ചമ്മിപ്പോവുക പറഞ്ഞാണ്ടല്ലോ സഹിക്കെട്ടിട്ടുണ്ട്. എന്താ പറയുമോ, ഇറാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കണ്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യും, പിന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യങ്ങൾ ട്രംപ് ഉണ്ടല്ലോ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓരോ നിമിഷവും. ഇസ്രായേൽ നെതന്യാഹു സ്വാഹാനുള്ള റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ജൂത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. എന്താ പറയുക, ഏറ്റവും വലിയ എന്താ പറയുക, നരഭോജി, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നല്ല നരഭോജി ആയിട്ടാണ് ഈ പറയുന്ന നെതന്യാഹു ലോകം കണ്ടുകൊടുക്കുന്നത്. ലോകങ്ങളുടെ ഏറ്റവും വലിയ വൃത്തികെട്ട ഭരണാധികാരി അതാ നമ്മൾ കണ്ടുകൊടുക്കുക. കാരണം അറിയോ, പിന്നെ ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്നൊക്കെ ഞാൻ അതിനെ പ്രശോധിക്കുന്നത്. എനിക്കത് അങ്ങനെ പറയാൻ കഴിയും. ഈ യൂട്യൂബ് ആരോഗ്യം ഓരോരൊക്കെയില്ല, പറയേണ്ട കാര്യം പറയും. ലോകം കണ്ട ഏറ്റവും നരഭോജി എന്താ അറിയോ, അത്രയും പാവപ്പെട്ട ആൾക്കാരെ കൊന്നു തള്ളിയ നരഭോജി. തീർന്നുള്ള റിപ്പോർട്ട് ഓൻ്റെ ഫാമിലിയും ഓൻ്റെ ഏട്ടാനിയന്മാരും കൊച്ചുമക്കളൊക്കെ തീർന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇറാൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാണ്ടല്ലോ ഇന്നലെ രാത്രിയൊക്കെ ഇസ്രായേലിലേക്ക് പോയ മിസൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള സംഖ്യ 37 മിസൈലാണ് മക്കളെ സഹോദരന്മാരെ പോയത്. നിങ്ങൾ കേൾക്കണം, 37 മിസൈൽ എന്ന് പറഞ്ഞാൽ 2 ടൺ ഭാരമുള്ള. എന്താ അറിയോ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇറാൻ വിട്ടത് 500 ടൺ ഭാരമുള്ള മിസൈലുകൾ പോയിട്ട് ഒരു കരഞ്ഞിരുന്നു, നിലവിളിച്ചിരുന്നു. വലിയ എന്താ അറിയോ, ബോംബിടുന്നു, നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഇസ്രായേൽ. ഇപ്പൊ പോകുന്നത് 2000 ടൺ ഭാരമുള്ള ഭയങ്കര ശക്തമായിട്ടുള്ള ഇറാന്റെ പുതിയ മിസൈലുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടത്. എന്താ പറയുക, ഒരുപാട് പേരുകളുണ്ട്, പേരുകളൊന്നും പറയാൻ കഴിയുന്നില്ല, ബോംബ് പോയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് എന്താ അറിയോ, ഈ മിസൈലുകൾ അവിടെ പോയി ടെലബീബിയിലും ഒരുപാട് ഇസ്രായേലിലെ പല ഭാഗത്തേക്കും പോയി. ഞാൻ 37 മിസൈൽ പോയി പതിച്ചെന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കണം. എന്താ അറിയോ, ഒരു മിസൈൽ പതിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞതാ 600 മീറ്റർ വീതിയും 600 മീറ്റർ നീളവും 600 മീറ്റർ ചുറ്റളവുള്ള സകലം നശിച്ചു പോകുന്ന മിസൈലുകളാണ് ഇപ്പം 600 മീറ്റർ കേട്ടോ. ആ സംഗതികൾ മൊത്തം നശിച്ചു പോകുന്ന മിസൈലുകളാണ് ഇപ്പം ഇറാന് ഇസ്രായേലിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ. അങ്ങനെ 37 എണ്ണം പോയിട്ടുണ്ട്. ആകെ ഇസ്രായേലിൽ പറയുന്നത് ഉണ്ടല്ലോ, മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ, ഒരു കേരളത്തെ വെൽപ്പലുള്ള സാധനമാണ് ഈ ഇസ്രായേലിൽ പറയുന്നത്. അതിനത്ര ഇല്ലാന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു ഇതാണ് കണക്കാളുള്ളത്. അവിടേക്ക് 37 മിസൈലിൽ പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ ചുരുക്കി 12 ദിവസം കൊണ്ട് തന്നെ ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 10-30 കിലോമീറ്റർ ചുറ്റുമുള്ള സകലതും നശിച്ചു പോയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നെതന്യാഹുവിനെ പറ്റി യാതൊരു വിവരവുമില്ല. അയാൾ ചായ കുടിച്ചിക്കോ അല്ലെ ഉള്ളിക്കച്ചവടത്തിന് പോയ ആളാണ്, മണ്ണൂർ ഉള്ളിക്കച്ചവടത്തിൽ പോയതാണോ ഒന്നും ഓർമ്മല്ല. ട്രംപ് കുടിയേക്ക് ഏത് മരത്തിനടുക്കിലൊക്കെ മറ്റേ കുടുംബോലല്ലേ അങ്ങനെ കുടിയേക്ക് ഏത് ആരും പറഞ്ഞേ ആ രൂപത്തെ കൊടിയിൽ പോയി മേലോട് പൊന്തിക്കാൻ കഴിയുന്നില്ല, വേദനാകുകയും ചെയ്യുന്നുണ്ട്. പണി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല അസല് പണിയാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ യുദ്ധം നിർത്തൂലാണ് എത്ര കാലം യുദ്ധം ചെയ്യാനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കാ കുറവുള്ളത്. ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ല അടിക്കണ്ട, അപ്പോഴേ പറഞ്ഞില്ലേ അടിക്കണ്ടെന്നേ ഇട്ടിന്റെ പണി കിട്ടിങ്ങാന്. ഇപ്പം എന്താ അറിയോ, അമേരിക്കക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ വേറെ ന്യൂസ് കേട്ട കാര്യം എന്താ പറയുക, എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ കപ്പൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യം എന്താ അറിയോ, 1500 കിലോമീറ്റർ പിന്നോട്ട് പോയി എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പുറത്തേക്ക് വന്നു. അതൊരു ഫ്ലൈക്കാണ്. എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിന് മാരകമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നു. കഴിഞ്ഞ ദിവസം ഒരു 6-7 ദിവസം മുമ്പ് ഇറാൻ പറഞ്ഞ 4 മിസൈലുകൾ ഇട്ടെന്ന് പറയാം. ആ മിസൈൽ ആക്രമണത്തിൽ എബ്രഹാം ലിങ്കന്റെ ഏകദേശം പകുതിയധികം സംഗതി നഷ്ടപ്പെട്ടു. അത് കടലിൽ മുങ്ങിപ്പോയെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പാവം, അല്ലാണ്ട് പറയാ, കഷ്ടം തന്നെ അല്ലേ. അതോടും പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടില്ല, അമേരിക്ക പുറത്തേക്ക് വിട്ടിട്ടില്ല. അത് പോകാനുള്ള അവസ്ഥ ആലോചിച്ചെങ്കിൽ എന്നാൽ ഇപ്പം നിലവിൽ യുദ്ധകാലത്തിൽ അതില്ല. മനസ്സിലായി, നെതന്യാഹുവും ഇല്ല, എബ്രഹാം ലിങ്കനും ഇല്ല. പിന്നെ മറ്റേ ട്രംപ് എന്ന് പറഞ്ഞാൽ നടക്കുക എന്തെങ്കിലും ആക്കുന്ന സാഹസം കിട്ടാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇറാനോ കളി പഠിപ്പിച്ചു ഇറാനെന്നുള്ള പറയുന്നതായിരുന്നു സത്യം. ഏതായാലും വീഡിയോ വെക്കപ്പ് ചെയ്യുന്നു, എല്ലാവർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ട. നാടൻ ഭാഷയിൽ നമുക്കറിയുന്ന രൂപത്തിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതാണ് നമ്മളെ ഉത്തരവാദിത്വം. ആ യൂട്യൂബൊക്കെ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഏതാണ് ഉള്ളതോ എന്ന് നോക്കുക. താങ്ക് യു വെരി മച്ച്.